തിരുവനന്തപുരം ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന്റെ സത്യപ്രതിജ്ഞ വിയ്യൂർ ജയിലിൽ നാളെ 11 നടക്കും. ഇതിനായി ഹൈക്കോടതി ഉത്തരവായി. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. കൃത്യസമയത്ത് തന്നെ സത്യപ്രതിജ്ഞ നടക്കുമെന്നും വിധിയെ സ്വാഗതം ചെയ്യുന്നതായും കോർപ്പറേഷൻ മേയർ വി രാജേഷ് അറിയിച്ചു. ഇപ്പോൾ നിലവിൽ കോർപ്പറേഷന് മുമ്പാകെ ഉള്ളത് ഒരു കൗൺസിലർ സത്യപ്രതിജ്ഞ ചെയ്തതിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട കോടതി നാളെ രാവിലെ 11 മണിക്ക് അദ്ദേഹം ഇപ്പോൾ ഉള്ള സ്ഥലം, അതായത് വിയ്യൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടിൻ്റെ റൂമിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരവ് കയ്യിൽ കെട്ടിയതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ നടപടികൾ സ്വീകരിക്കും. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവും തിരുവനന്തപുരത്ത് നിന്നും ശാലിനിയും ശരിയാണ്. ആദ്യം രേഷ്മയിലേക്ക്. രേഷ്മ, ഒടുവിൽ ജനവിധി തന്നെ ജയിക്കുകയാണ്. ഈ എല്ലാ തരത്തിലുള്ള കുപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സുഗതൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? സുരേഷ്, ആർ. സുഗതന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നാളെ രാവിലെ 11 മണിക്ക് വിയ്യൂർ സെൻട്രൽ ജയിലിൽ വെച്ച് നടക്കും. ഇതിനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കാനായിട്ട് ജയിൽ സൂപ്രണ്ടിന് ഹൈക്കോടതി ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മേയറും പരിമിതമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും മാത്രമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. അതുകൂടാതെ അംഗീകാരമുള്ള മാധ്യമപ്രവർത്തകർക്ക് കൂടി പ്രവേശനം ഉണ്ടാകും. അവർക്ക് ദൃശ്യങ്ങൾ പകർത്താനും സാധിക്കും. ഹൈക്കോടതി ചില നിരീക്ഷണങ്ങൾ, സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ജനവിധി മാനിക്കപ്പെടുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങിന് വേണ്ടിയിട്ട് ഒരു തീരുമാനം ഹൈക്കോടതി എടുത്തിട്ടുള്ളത്. അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉടലെടുത്തു. അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അസാധാരണമായിട്ടുള്ള തീരുമാനങ്ങൾ കോടതിക്ക് എടുക്കാൻ സാധിക്കും. അത് ജനകൽപ്പന അല്ലെങ്കിൽ ജനകീയ കൽപ്പന മാനിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള അസാധാരണ തീരുമാനങ്ങൾ ഹൈക്കോടതി എടുത്തതെന്നാണ് ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതിന്റെ കടമയും ഉത്തരവാദിത്വവും കോടതിക്കുണ്ട്. അതാണ് ഇവിടെ നിർണയിച്ചിരിക്കുന്നതെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള സമീപനമാണ് ആദ്യഘട്ടം മുതൽ തന്നെ സ്വീകരിച്ചു പോരുന്നത്. അതായത് ഈ ഒരു വിഷയത്തിൽ ഈ സുഗതന്റെ ഹർജി സത്യപ്രതിജ്ഞയ്ക്ക് തനിക്ക് ഇടക്കാല മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് സുഗതൻ ഹർജി നൽകിയ വേളയിൽ സംസ്ഥാന സർക്കാർ അതിനെ പാടെ എതിർക്കുന്ന ഒരു സമീപനമായിരുന്നു. ഇന്നും ഈ ഹർജി രാവിലെ പരിഗണിച്ച ഘട്ടത്തിൽ കാപ്പ ചുമത്തപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയെ പുറത്തിറക്കാൻ സാധിക്കില്ല. അത് അദ്ദേഹത്തിന് യാതൊരുവിധ അവകാശങ്ങളും ഇക്കാര്യത്തിൽ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ ഇല്ല എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ച നിലപാട്. പക്ഷേ ഹൈക്കോടതി പറഞ്ഞത് ജനാധിപത്യത്തിന്റെ തത്വങ്ങൾ അത് പാലിക്കപ്പെടേണ്ടതുണ്ട്, പരിരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത് എന്നുള്ളതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ ജയിലിൽ വെച്ച് ഈ സത്യപ്രതിജ്ഞ നടക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണം എന്നുള്ളതായിരുന്നു ഹൈക്കോടതി ആദ്യഘട്ടം മുതൽ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഒടുവിൽ സർക്കാർ അതിന് വഴങ്ങുകയാണ് ചെയ്തത്. ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടാകട്ടെ എന്നുള്ളൊരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഹൈക്കോടതി ഇന്ന് 2 മണിയോടുകൂടി ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് വിധി പ്രസ്താവന നടത്തുകയും ചെയ്തു. എന്തായാലും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എല്ലാവിധ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഭരണഘടന അനുശാസിക്കുന്ന എല്ലാവിധ അവകാശങ്ങളും ഈ പറയുന്ന സുഗതൻ ഉണ്ട്. അത് അംഗീകരിക്കപ്പെടണം, മാനിക്കപ്പെടണം എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞത്. നേരത്തെ വാദം നടന്ന വേളയിൽ ഹൈക്കോടതിയിൽ ഇന്ന് രാവിലെ ഇത് ഹർജി പരിഗണിച്ച വേളയിൽ ചെറിയൊരു വാദം നടന്നിരുന്നു. ആ വാദപ്രതിവാദങ്ങൾക്കിടയിൽ ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിന് മുന്നേ ഇട്ട എഫ്ഐആറുകളാണ് ഈ പറയുന്ന കാപ്പ ചുമത്തുവാനായിട്ട് ആധാരമായിട്ടുള്ള സുഗതനെതിരായിട്ടുള്ള കേസുകൾ. അത് അങ്ങനെ വരുമ്പോൾ തെരഞ്ഞെടുപ്പിലെ വിധി അത് അംഗീകരിച്ചുകൊണ്ട് ആ ഒരു ജനവിധി അംഗീകരിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചടങ്ങിന് അനുമതി നൽകുകയല്ലേ വേണ്ടതെന്നുള്ളതായിരുന്നു ഹൈക്കോടതി സർക്കാരിനോട് ഉന്നയിച്ച ചോദ്യം. അതുകൂടാതെ തന്നെയാണ് ഹൈക്കോടതി അക്കാര്യത്തിൽ അന്തിമമായിട്ട് ഈ ജയിലിനുള്ളിൽ വെച്ച് സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയത്. എന്തായാലും നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ മേയറും പരിമിതമായിട്ടുള്ള ഉദ്യോഗസ്ഥരും അംഗീകാരമുള്ള മാധ്യമ പ്രവർത്തകർക്കും പങ്കെടുക്കാം. സുരേഷ്, കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ആണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്നും ശാലിനിയിലേക്ക്. ശാലിനി, രേഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം എന്നുള്ള സുപ്രധാനമായ നിലപാട് തന്നെയാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. ആ നിലപാടിന്റെ പിന്നാലെ തന്നെയാണ് നാളെ 11 മണിക്ക് വിയ്യൂർ ജയിലിൽ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇടതിൻ്റെയും വലതിൻ്റെയും എല്ലാ രാഷ്ട്രീയ കളികളും അമ്പേ പാളി എന്ന് തന്നെ നമുക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ സാധിക്കില്ലേ? മേയർ വി രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്?
KP ജനാധിപത്യം വിജയിച്ച കാഴ്ചകളാണ് നമുക്കിന്ന് ഹൈക്കോടതിയിൽ നിന്ന് കാണാനായത്. പല ഘട്ടങ്ങളിൽ സുഗതനെ ജയിലിൽ നിന്ന് ഇറക്കാനോ സത്യപ്രതിജ്ഞ തടയാനോ ഒക്കെയുള്ള ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ നിന്ന് തന്നെ നടന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതേ സർക്കാർ തന്നെ ഒടുവിൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു. അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഒരുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു അപൂർവ കാഴ്ചയായി മാറുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് വന്ന സുപ്രധാനപ്പെട്ട വിധി അത് കോടതിയെ സംബന്ധിച്ചിടത്തോളം നിർണായക നടപടി എന്നതിലുപരി രാഷ്ട്രീയ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരസഭയെയും വാഴയോട്ടുകോണം വാർഡ് കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധേയമാണ്. ചരിത്രത്തിലെ തന്നെ ഒരു നിർണായക വിധി എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കും. കാരണം ജനാധിപത്യത്തിലൂടെ വിജയിച്ച ഒരു ജനപ്രതിനിധി, ആ ജനപ്രതിനിധി എന്ന ഒരു പരിഗണന പോലും മാനിക്കാതെ ജയിലിലടയ്ക്കാൻ ശ്രമിച്ച ഒരു മുൻ സർക്കാർ, അവരുടെ ഇടപെടലുകൾ, മുൻ MLA അടക്കമുള്ളവരുടെ ഇടപെടൽ തുറന്നു കാട്ടുന്നത് കൂടിയായിരുന്നു ഇന്നത്തെ കോടതിയുടെ ഇടപെടൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മേയർ VV രാജേഷ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് കൃത്യമായ നടപടി നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ 101 കൗൺസിലർമാർക്ക് നൽകുന്ന സംരക്ഷണ കവചം അത് സുഗതനും ഉണ്ടാകുമെന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് തന്നെ മേയർ, ഒപ്പം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് വിയ്യൂരിലേക്ക് പോകും. നാളെ രാവിലെ 11 മണിക്ക് വിയ്യൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടിന്റെ മുറിയിലാണ് പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത്. എന്തായാലും സത്യപ്രതിജ്ഞ ചെയ്യിക്കാതെ സുഗതന്റെ അംഗത്വം അല്ലെങ്കിൽ ജനപ്രതിനിധി എന്നുള്ള അദ്ദേഹത്തിന്റെ അവകാശം ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു ഭരണകൂടത്തിനുള്ള തിരിച്ചടി കൂടിയായി ഈ വിധിയെ മാനിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നിർണായകമായ വിധി, ഒപ്പം തന്നെ വാഴയോട്ടുകോണത്തെ ജനപ്രതിനിധികൾക്കും അവിടുത്തെ വോട്ടർമാർക്കുമുള്ള ഒരു അംഗീകാരമായി ഈ വിധിയെ കാണേണ്ടിയിരിക്കുന്നു. KP സർദിനെയാണ് ജനാധിപത്യത്തിന്റെ വലിയ വിജയം. ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.